Hi friends, welcome back to another video. Shiva here. ഞാനൊന്ന് ഉച്ചയ്ക്ക് 1:30 ഏരിയസ് ഫ്ലെക്സിൽ പോയിട്ട് F1 കണ്ടായിരുന്നു. ഞാൻ ഈ വർഷത്തെ തന്നെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവിയായിരുന്നു. എനിക്കത് ഏരിയസ് ഫ്ലെക്സിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ഏരിയസ് ഫ്ലെക്സ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് എസ്പെഷ്യലി ഐമാക്സിൽ കാണുന്നതിനേക്കാട്ടിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ട്രിവാൻഡ്രത്തുള്ള ഏരിയസ് ഫ്ലെക്സിൽ നിന്ന് കാണുമ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ട്. അത് ഏത് മൂവിയാണെന്നുണ്ടെങ്കിലും എനിക്ക് അത് ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ്. സൗണ്ട് എനിക്ക് ഈ മൂവിയിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ടൈം ലൈൻ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് സീറ്റ് എഡ്ജിങ് ആണ്. ഇങ്ങനെ ഇരുന്ന് കാണണം, ഇങ്ങനെ ജി ഫോഴ്സ് ഉണ്ടല്ലോ, ആ F1 പോകുന്ന ഫീൽ നമുക്ക് കിട്ടും. എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ആ ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യും. അത് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. ഏത് സിനിമയാണെങ്കിലും നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും അവസാനം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. നിസ്സാര സീനാണെന്ന് ആണെന്ന് തോന്നിയാൽ പോലും. അപ്പോൾ അങ്ങനത്തുള്ള കുറേ മൊമെൻറ്റ്സ് ഈ മൂവിയിലും ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വീണ്ടും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാളിദാസ തിയേറ്ററിൽ ഞാൻ വീണ്ടും കാണാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ അതും നല്ലൊരു തിയേറ്ററാണ്, പക്ഷേ അത് OD2-ലാണ്. ബട്ട് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചാത്തൻ തിയേറ്ററിലൊന്നും പോകാതിരിക്കുക. പ്രത്യേകിച്ച് കാർണിവലിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കാർണിവലിലെ സ്ക്രീനാണ്. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏത് കാർണിവലാണ് ഭയങ്കര ഇരുട്ടാണ്, ആ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തില്ല. നിങ്ങൾ ഏരിയസ് ഫ്ലെക്സ് കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 3 ഷോയൊക്കെ കാണാൻ വേണ്ടിയായിട്ട് ഒരു ടൂർ പാക്കേജായിട്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ സിനിമ വ്യൂവിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ്. പിന്നെ ഈ കണ്ണപ്പയൊക്കെ ഇറങ്ങി കാണാനൊന്നും പോകുന്നില്ല. ഇനി അടുത്തത് ജുറാസിക് റീബർത്ത് കാണണം, അതാണ് മെയിനായിട്ടുള്ള. പിന്നെ എനിക്ക് 28 ഇയേഴ്സ് ലേറ്റർ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലാതെ ആ പടം ഒരു ഷോയേ ഉള്ളൂ. അതും ലുലുവിൽ ഐമാക്സിൽ 4DX മാത്രമേ ഇനിയിപ്പോൾ എനിക്ക് പറ്റുന്ന ടൈമിലുള്ളൂ. അപ്പോൾ അതാണ്. ബ്രാഡ് പിറ്റിന് പുളി ഒരു രക്ഷയില്ല. ടോം ക്രൂസും ബ്രാഡ് പിറ്റ് ടോം ക്രൂസ്, അത് രണ്ടുപേരും പണ്ട് മുതലേ ഒരിക്കലും ദേ നെവർ ലെറ്റ് ഡൗൺ. ആ സീനാണ്. കൊള്ളാം. എന്തായാലും സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ സീനാണത് വീഡിയോ വേറൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ടിൽ ദെൻ ശിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്. ബൈ. ലവ് യു ഓൾ. ടേക്ക് കെയർ. കൂടുതൽ വലിച്ചിട്ടുന്നില്ല.